വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സോപ്പ് ബേസ് 750 ഗ്രാം സോപ്പ് ബേസാണ്. ഇതിലേക്ക് ആവട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് ജ്യൂസ് എടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പനിക്കൂർക്കലയും നമ്മുടെ കൃഷ്ണ തുളസിയുടെ ഇല ഇട്ട് കൊടുത്ത് അരച്ചിട്ട് കുറച്ച് ജ്യൂസ് എടുക്കണം കേട്ടോ. ജ്യൂസ് എടുക്കാം നമുക്ക്. നമ്മുടെ സോപ്പ് ബേസ് എല്ലാം ഉരുക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 1 സ്പൂണോളം ആൽമണ്ട് ഓയിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. വളരെ നല്ലതാണ് ആൽമണ്ട് ഓയിൽ. 1 സ്പൂൺ മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 750 ml ഉള്ളത്, നമ്മുടെ 750 ഗ്രാമാണുള്ളത് നമ്മുടെ സോപ്പ് ബേസ്. അതിലേക്ക് നമ്മൾ ഒരു 100 ml നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഐറ്റമല്ലേ അതങ്ങോട്ട് ചേർക്കും കേട്ടോ. അതായത് നമ്മുടെ തുളസി, അതുപോലെ പനിക്കൂർക്കയുടെ ഇല, കുറച്ച് ബീട്രൂട്ട്, കളറിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കളറൊന്നും ഉണ്ടായില്ല, ബീട്രൂട്ട് ചേർക്കേണ്ടിയിരുന്നില്ല. അപ്പം എല്ലാം കൂടിയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചിട്ട് അതിൻ്റെ നീരെടുത്തതാണ്. നല്ല കട്ടി നീരാണേ. അത് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കാം. പിന്നെ കുറച്ച് ഗ്ലിസറിനും ചേർക്കാം കേട്ടോ. കുറച്ച് മതി, 1 സ്പൂണൊക്കെ ചേർത്താൽ മതി. പിന്നെ ഫ്രാഗ്രൻസ് വേണമെന്ന് വെച്ചാൽ അതും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. നന്നായിട്ടൊന്ന് മിക്സായിട്ടൊന്ന് വരട്ടെ. നമ്മുടെ ഉരുകിയിരിക്കുന്ന നമ്മുടെ സോപ്പ് ബേസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നല്ല പച്ച കളറ്, ബീട്രൂട്ടിൻ്റെ കളറേ ഇല്ല അതിൽ. നമുക്കിത് ഉറച്ചിട്ടെടുക്കാം കേട്ടോ. ഇനി ഒരു 24 മണിക്കൂർ കഴിയട്ടെ. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സോപ്പ് എടുക്കുകയാണ് കേട്ടോ. കണ്ട, നല്ല സൂപ്പർ സോപ്പ് കണ്ട കണ്ട. അങ്ങനെ വീട്ടിൽ നമുക്ക് അടിപൊളി സോപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി യൂസ് ചെയ്യാം കേട്ടോ.